ആ ഏട്ടൻ വന്നല്ലോ. എല്ലാവരും വലിയ സന്തോഷത്തിലാണല്ലോ. ഏട്ടൻ ഇങ്ങനെ കച്ചേരിയുമായി ഊരിയൂട്ടി നടക്കുന്ന അവസാനിപ്പിക്കാൻ തീരുമാനമായി. ഇവിടെ കാരണവന്മാർ ഏട്ടൻ ഒരു മൂക്കയർ ഇടാൻ തീരുമാനിച്ചു. മൂക്കുകയറോ? ആ ഒന്നും മനസ്സിലായില്ലല്ലേ? കണ്ടില്ലേ മുഴുങ്ങസ്യാന്ന് നിക്കണേ. എടാ, ശങ്കരനാരുടെ ഇളയ മോള് സരസ്വതിയെ ഞങ്ങൾ നിനക്ക് വേണ്ടി ആലോചിച്ചു. അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളതങ്ങ് ഉറപ്പിച്ചു. എന്താ നീയൊന്നും പറയത്തെ? അത് ഞാൻ അല്ല, പെട്ടെന്നെല്ലാം തീരുമാനിച്ചാൽ ആരായാലും ഒന്ന് പതറിപ്പോവില്ലേ? സുശീല, നിനക്കാണ് കല്യാണ ചുമതല. വേലയും കൂലിയില്ലാത്ത ഇവനൊരു പണിയായി. അതെ. സഹായത്തിന് നമ്മുടെ കാര്യസ്ഥൻ അയ്യപ്പൻ നായരും പുത്തേഴത്തെ കാര്യസ്ഥൻ അച്യുതനും സുശീലന്റെ ഇടവും വലവും ഉണ്ടാവണം. ദേ അച്ഛാ, ഞാൻ പോലീസ് ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് തീയതി നിശ്ചയിക്കണം. ദാ, ഈ കൊച്ചു വക്കീലിന്റെ ഫൈനൽ എക്സാമിനേഷന് മുമ്പ് മുഹൂർത്തം തീരുമാനിച്ചിരിക്കും. ദാ രാജൻ എവിടെ? രാജേട്ടാ. എന്താ അച്ഛാ? മോനെ രാജ, ഇതിൽ 10 ലക്ഷം രൂപയുണ്ട്. ഇത് നിനക്കുള്ളതാ. എനിക്കെന്തിനാ ഈ കാശ്? സ്ത്രീധനം. ഓടാ, ഇത് ശ്രീധനമല്ല, എന്റെ മകളുടെ വീതാ. എന്നും ഇങ്ങനെ കച്ചേരിയായിട്ട് നടന്നാൽ മതിയോ? നല്ലൊരു ബിസിനസ് തുടങ്ങാൻ നിനക്കിത് ഉപകരിക്കും. അല്ല, അത് ശങ്കരനാരെ വേർതിരിച്ച് കാണണ്ട. വാങ്ങിച്ചോ. ഈ മുള മാറ്റിക്കൂടെ? അതങ്ങോട്ട് പിടിച്ചോ. എന്താ ഈ പറയണേ? ആടുന്നില്ല, ക്ഷണിക്കലും കഴിഞ്ഞു, മുറ്റത്തെ കല്യാണ പന്തലും ഒരുങ്ങി. എന്നിട്ട് ഇപ്പോഴാണോ പുസ്തകത്തെ കാര്യത്തിന്റെ മോളോടുള്ള ഇഷ്ടം രാജന് ഓർമ്മ വന്നത്? കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഓർത്ത് ഇവനൊന്നും മിണ്ടിയില്ല. ആരും ഒന്നും അറിഞ്ഞതുമില്ല. ഇന്നലെ എന്താ ഉണ്ടായെന്ന് അറിയോ ചേട്ടന്? ഒരു മുഴം കയറി. ഈ നിൽക്കുന്ന ഗോപാലൻ കണ്ടില്ലായിരുന്നെങ്കിൽ? അതെ, ഞാൻ ചോദിച്ചപ്പോ പറയാ അംബിക മറന്ന് രാജൻകുഞ്ഞിന് ജീവിക്കാനാവില്ലെന്ന്. വൈകിപ്പോയി എങ്കിലും പറയാ, നിങ്ങൾ ഒരുമിക്കണം. ഇരു തറവാട്ടുകാരെയും ഇനി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനൊന്നും സമയമില്ല. പോംവഴി ഒന്നേ ഉള്ളൂ, നാടുവിടണം, ആരും അറിയാതെ. പുത്തേഴത്തെ കുട്ടിയുടെ മംഗല്യം മുടക്കിയിട്ടൊരു ജീവിതം നിനക്ക് വേണോ മോളെ? ഞാനും ഉത്തരത്തൊരു ബന്ധുവാണല്ലോ. സരസ്വതിയെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. ഗോപാല, നീ രാവിലത്തെ ട്രെയിൻ എപ്പോഴാണെന്ന് അന്വേഷിച്ചു വെക്കണം. സരസ്വതി അമ്പലനടയിൽ വരും നിങ്ങളെ യാത്രയാക്കാൻ. ഞാൻ കൊണ്ടുവരും. ഞാനും വരിക നിങ്ങളുടെ കൂടെ. തെങ്കാശിക്കപ്പുറത്ത് ഇവരുടെ അമ്മയുടെ പേരിൽ കുറച്ച് ഭൂമിയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. അതെ, റെയിൽവേ സ്റ്റേഷൻ വരെ നിങ്ങൾക്ക് ഈ ടാക്സിയിൽ പോവാം. സുശീല, സരസ്വതി. ഞാൻ സംസാരിച്ചു, പക്വത ഒരാൾ കാര്യങ്ങൾ ഉൾക്കൊണ്ടു. ഞാൻ സരസ്വതിയോട് ചെയ്യുന്നത് ഓർക്കാൻ പറ്റാത്ത തെറ്റാണെന്നറിയാം. എന്നോട് ഇവളെ മറന്ന് എന്നെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ അതൊരിക്കലും തിരുത്താൻ കഴിയാത്ത തെറ്റാവുമായിരുന്നു. സരസ്വനെ ശപിക്കരുത്. ഒരിക്കലുമില്ല. പൂർണ്ണ മനസ്സോടെ പറയാം. ഇനി ഇവിടെ എങ്ങനെ നിന്ന് ആരെങ്കിലും ഒക്കെ കണ്ട? അത് ശരിയാ, പോകാം. സരസ്വ, വരണം. അച്ഛാ, ആ കാര്യസ്ഥന്റെ മകൾ അംബികയായിട്ട് രാജേട്ടൻ ഒളിച്ചോടി പോയി. എന്താ നീ പറയണേ? അച്ഛൻ വിഷമിക്കണ്ട. ഏട്ടൻ നാട് വിട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. നിന്റെ മോൻ ചെയ്തത് കൊടിച്ചതിയായി പോയല്ലടാ. അവൻ എന്റെ മോളെ ഇഷ്ടമില്ലായിരുന്നുവെങ്കിൽ ഈ മുഹൂർത്തം വരെ കാത്തിരിക്കണമായിരുന്നു. എന്റെ മോളോട് ഞാൻ എന്ത് സമാധാനം പറയും? മുതലാളി, ചെറുക്കൻ ഒളിച്ചോടി ഉയർന്ന് കല്യാണ പെണ്ണ് പാറമടക്കായത്തി ചാടി. കിഴക്കേടത്തെ രാജൻ ഈ നാട് വിട്ടു പോകരുത്. കൊല്ലണ മോനെ.
എന്താ ഈ കാണിക്കുന്നെ? ഒന്ന് കേറിയേ. അയ്യോ അടിക്കല്ലേ. അയ്യോ സരസ്വതിയോട് ഞാൻ എല്ലാം പറഞ്ഞിരുന്നു. പിന്നെ എന്തിനാണ് എന്റെ പെങ്ങൾ ആത്മഹത്യ ചെയ്തത്? സരസ്വതി അതേടാ. എന്താ പറഞ്ഞത്? ആത്മഹത്യ ചെയ്തെന്ന്? തൊട്ടുപോകരുതവനെ. ശങ്കരൻ നായരെ, കേരളത്തെ വണ്ടി കയറാൻ കേരള വണ്ടി. ഒരു പേപ്പട്ടിയെ പോലെ അവര് നിന്നെ തല്ലിക്കൊല്ലുന്ന കാണാൻ വയ്യാഞ്ഞിട്ട് രക്ഷിച്ചതാ. കേറ്. ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. നാടും വീടും ബന്ധവും മറന്ന് നീ സ്നേഹിച്ചത് വിളിയല്ലേ? കൊണ്ടുപോയിക്കോ. തിരിച്ചു വരരുത്. ഞാൻ ചത്താലും പോ. കൃഷ്ണവാര്യരെ, മകനെ രക്ഷിച്ച് നാട് കടത്തിയല്ലേ? ഞങ്ങളുടെ പക തീരില്ല, മരിക്കുവോളം. ഇനി മുതൽ കിഴക്കേടത്തുകാർ ഞങ്ങളുടെ ശത്രുക്കൾ. ശത്രുക്കൾ. மாரியம்மன் தோட்டத்திலும் முதல்ல விதை போட்டதுக்கு அப்புறம் தான் நம்ம 20 கிராமத்திலும் விதை விதைக்கிறது சம்பிரதாயம் தெரியுமா? இனி அவனை பார்த்துட்டு இருந்தால் நல்ல நேரம் முடிஞ்சிடும். അതിനാൽ நானே இன்னைக்கு விதை பார்க்க போறேன். പ്രസിഡന്റ്, 7 വയസ്സ് മുതൽ ഈ മാരിയമ്മൻ പാടത്ത് വിത്തെറിഞ്ഞിട്ടുള്ളത് എന്റെ മകൻ കൃഷ്ണനുണ്ണിയാണ്. അവൻ ഒരു പിടി വാരി എറിഞ്ഞാൽ ഒരു പറ കൊയ്യാമെന്നുള്ള ചൊല്ലി ഇന്നേ വരെ തെറ്റിയിട്ടുമില്ല. ഇപ്പൊ ഉൻ മകൻ എങ്കേ? നമ്മുടെ ഉണ്ണിയുടെ ഉറ്റ സുഹൃത്തല്ലേ പൊട്ടം വടിവേലു. അവനോട് ചോദിച്ചറിയാം ഉണ്ണി ഇപ്പൊ എവിടാണെന്ന്. അതിന് വടിവേലു എവിടെ? അമ്മേ ദേവി വടിവേല് എന്നങ്ക പാൽപ്പായസം ഒരുക്ക് സാപ്പിട്ട് പോങ്ക. അയ്യോ വേണ്ട, കട തുറക്കാൻ ടൈം ആச்சு. ശരി, രാവിലെ ഇങ്ങനെ തേര പര നടക്കാതെ ഇവന്മാർക്ക് വല്ല പണിക്ക് പോക്കൂടെ? അയ്യോ വേണ്ട, കട തുറക്കാൻ ടൈം ആച്ചെന്നാ. നേരം വെളുത്തില്ലായിരുന്നു ഇവരൊക്കെ എന്ത് ചെയ്തനെ? കൊഞ്ച തല്ലുക തല്ലേ വലവിടെ എന്നല്ലേ കട തുറക്കാൻ പറ്റൂ? எவ்வளோ டைம் ஆச்சுன்னு உங்களுக்கு தெரியுமா? வேலைக்கார கரெக்டா வேலை பார்க்கணும், இல்லன்னா விட்டுட்டு போயிடு. துறக்கடா. கொஞ்சம் தள்ளுங்க. டியூட்டி விஷயத்துல நான் ரொம்ப ஸ்ட்ரிக்ட், தெரியுதா? சீக்கிரம் ஓபன் பண்ணுடா. சீக்கிரம் உள்ள கரை கவுண்டர்ல இருந்துல. ബഹളം വെക്കാതെ മാറി നിൽക്ക്. വെയിറ്റ്. അതെ, 100 രൂപയ്ക്ക് 2 ഫുള്ള്. ഇത്രയും കുപ്പികൾ കണ്ടപ്പോ ഇരട്ട പ്രസവിച്ച സുഖം. ഇതിൽ കുറഞ്ഞ ബ്രാൻഡ് വല്ലതും വന്നായിരുന്നു. എത്ര അടിച്ചാലും എന്റെ വായിന്നൊരു ചെറ്റ വർത്താനം വരില്ല. കേട്ടടാ പട്ടി തെണ്ടി നായിന്റെ മക്കളെ. പതിയെ വയ്യടാ പന്നി. വെളുപ്പിനെ നിന്നോടൊപ്പം ഇറങ്ങി തിരിച്ചതാണല്ലോ ഉണ്ണി. എന്നിട്ട് അവൻ എവിടെ? വെളുപ്പിന് ഞങ്ങൾ വരമ്പത്തൂടെ വരുമ്പോ നമ്മുടെ വാസുവണ്ണം പാമ്പ് കടിയേറ്റ് ഇവിടെ കിടക്കുന്നു. അങ്ങേരും പൊക്കിയെടുത്തുകൊണ്ട് സേട്ടുവിന്റെ കുതിരവണ്ടിയിൽ നിങ്ങളുടെ ഉണ്ണി, അതായത് എന്റെ കുട്ടൻ, ഇവിടുന്ന് സിറ്റിയിലെ ഹോസ്പിറ്റലിൽ പോയി. ഇനി അവനിക്കാകെ കാത്തിട്ട് ഇരുപ്പതിൽ അർത്ഥമില്ലേ? അല്ല, ഞാൻ വിത പോട്ടാലും മുളയ്ക്കുമോന്ന് പാക്കല. ഏയ് നില്ലുങ്ക, ഞാൻ സമ്മതിക്ക മാട്ടേ. വേണ്ട.